ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗോള കത്തോലിക്ക സഭ മിഷണറികളുടെ മധ്യസ്ഥയായി എടുത്ത വിശുദ്ധ കൊച്ചറസ്യ പുണ്യവതിയെക്കുറിച്ചാണ്. പുണ്യവതിയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും ചെറിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ വലിയ കാര്യങ്ങളാക്കി മാറ്റിയൊരു പുണ്യവതിയാണ് വിശുദ്ധ. ഈശോയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ വലിയ പുണ്യങ്ങളാക്കി മാറ്റിയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചറസ്യ പുണ്യവതി. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ അത് വലിയ ഒരു കാര്യമായിട്ട് കർത്താവ് മാറ്റുകയാണ്. നമുക്കെല്ലാം കർത്താവ് ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് ജോലി നമ്മൾ ചെയ്താലും ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ദൈവമഹത്വത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ദൈവരാജ്യം വികസിക്കുവാൻ വേണ്ടിയും പുണ്യവതി കാഴ്ചവെച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യവതിയായിട്ട് മാറി. അതുപോലെ പുണ്യവതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സകല സൃഷ്ടികളോടും പോയി സുവിശേഷം പ്രസംഗിക്കുക. പക്ഷേ കർത്താവ് പുണ്യവതിക്ക് കൊടുത്തത് എന്താണ്? 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് സഹനങ്ങളിൽ, കഷ്ടതകളിൽ, വേദനകളിൽ, മാനസിക പീഡകളിൽ എല്ലാം പുണ്യവതി ആ ഈശോയുടെ തിരുമുഖത്തെ ദർശിച്ചുകൊണ്ടാണ് പുണ്യവതി കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചത്. പുണ്യവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ഏറ്റവും ശിശുവായിട്ട് മാറുക. ആധ്യാത്മിക ശൈശവത്വം സ്വീകരിച്ചുകൊണ്ടാണ് പുണ്യവതി ഈശോയുടെ സ്വന്തമായിട്ട് മാറിയത്. ആ സ്നേഹം എന്ന ഒരു ഒറ്റ വാക്കിലൂടെ പുണ്യവതി ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള കൃപ കൊടുത്തു. ശിശുസഹജമായ പ്രത്യാശയിലേക്ക് പുണ്യവതി മാറുകയാണ്. സങ്കീർത്തനം 131 പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല, എൻ്റെ കഴിവിൽ കഴിഞ്ഞ വൻകാര്യങ്ങളിലും വിസ്മയവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ഇസ്രായേലെ ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. പുണ്യവതിയുടെ ചേച്ചി ചോദിക്കുന്നുണ്ട്, ഏത് പുണ്യവാനെയാണ് അഥവാ ഏത് പുണ്യവതിയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പുണ്യവതി പറയുകയാണ്, വിശുദ്ധരെല്ലാം അനേകം സൽകൃത്യങ്ങളും പുണ്യങ്ങളും ചെയ്താണ് ഈശോയുടെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചത്. അവർ ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയത് ഒത്തിരിയേറെ ദൈവിക രഹസ്യങ്ങളിലൂടെയാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞി പൈതമായിട്ട് ഈശോയുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ വലത്ത് ഭാഗത്ത് കിടന്ന നല്ല കള്ളനെ പോലെ ആ സമയത്താണ് ആ കള്ളനെ കർത്താവ്, ഇന്ന് നീ എന്നോടുകൂടി പറുദീസായിലായിരിക്കും എന്ന് പറഞ്ഞ കള്ളനെ ദൈവം സ്വീകരിക്കുകയാണ്. കള്ളൻ എന്ത് ചെയ്തു? അവസാന സമയത്ത് അനുദപിച്ചപ്പോഴാണ് ഈശോയുടെ രാജ്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുക. ഈശോയോട് കൂടെ പറുദീസായിലായിരിക്കാനുള്ള കൃപ കിട്ടി. ആ പുണ്യം സ്വീകരിക്കാനാണ് പുണ്യവതി ആഗ്രഹിക്കുക എന്ന് പറയുക. അത്രമാത്രം ശിശുസഹജമായ ഒരു ഹൃദയത്തിലേക്ക് പുണ്യവതിയെ ദൈവം കൊണ്ടുവന്നു. അതുപോലെ പുണ്യവതി ഏറ്റവും ആഗ്രഹിച്ചതാണ് രക്തസാക്ഷിത്വം സ്വീകരിക്കുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ഈശോയെ കൊടുത്തുകൊണ്ട് പുണ്യവതിയുടെ വലിയൊരു മധ്യസ്ഥനായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം സ്വീകരിക്കുക. അതുപോലെ പുണ്യവതി സ്വീകരിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. അവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം സ്വീകരിച്ചവരാണ്. അതുപോലെ തനിക്കും പോകണമെന്ന് ആഗ്രഹിച്ചപ്പോഴും ഈശോ 4 മതിലുകൾക്കുള്ളിൽ പുണ്യവതിയെ ഏറ്റവും വിശുദ്ധയാക്കി മാറ്റി. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു പുണ്യം നമ്മൾ സ്വീകരിച്ചാൽ, സ്നേഹം എന്നുള്ള ഒരു പുണ്യമാണ് പുണ്യവതി. വേറെ ഒന്നും സ്വീകരിച്ചില്ല. സ്നേഹം എന്ന ഒരൊറ്റ പുണ്യത്തിലൂടെയാണ് പുണ്യവതി ഏറ്റവും വലിയ വിശുദ്ധയായി മാറിയത്. തൻ്റെ സ്വന്തം അപ്പൻ മാനസിക രോഗിയായിട്ട് വന്നപ്പോഴും പുണ്യവതി ആ വ്യക്തിയിൽ കണ്ടത് ക്രൂശിതനായ ഈശോയുടെ മുഖമാണ്. വേദനിച്ച് മുറിയപ്പെട്ട ആ ഈശോയുടെ മുഖത്തെ കണ്ടപ്പോൾ പുണ്യവതിക്കും അതിന് മനസ്സിലായി,
ഈശോ എവിടെയാണ്? ഈശോയുടെ സ്നേഹം എന്താണ്? സഹനമാണ് ഈശോയുടെ സ്നേഹം. ആ സഹനത്തെ പുണ്യമാക്കി മാറ്റിയ വിശുദ്ധ കൊച്ചുറസ്യ പുണ്യവതിയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പുണ്യവതി എങ്ങനെയാണ് ഈശോയുടെ സൗരഭ്യമായി മാറിയത്? നമുക്കെങ്ങനെയാണ് ഈശോയുടെ സൗരഭ്യമായിട്ട് മാറുവാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ ഈ സുഗന്ധം അഥവാ സൗരഭ്യം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനത്തെ, ഈശോയെ നമ്മൾ സ്നേഹിക്കും തോറും സഹിക്കാനുള്ള ഒരു ഹൃദയം നമ്മൾ സ്വന്തമാക്കും തോറും കർത്താവിൻ്റെ സൗരഭ്യമായി നമ്മൾ മാറുകയാണ്, സുഗന്ധമായിട്ട് നമ്മൾ മാറുകയാണ്. ഈശോയുടെ ഒരു സുഗന്ധമുണ്ട്, ഈശോയുടെ ഒരു സൗരഭ്യമുണ്ട്. ആ സൗരഭ്യം പരത്തുന്നതാണ് ഈ വിശുദ്ധർ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട് 2 കൊരിന്തോസ് 2:14-15 തിരുവചനത്തിൽ, ശിക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളങ്ങളാണ്. എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ പരിമളങ്ങളാകാൻ ശിക്ഷിക്കപ്പെട്ടവരുമുണ്ട്, രക്ഷിക്കപ്പെട്ടവരുമുണ്ട്. ഈ പരിമളം സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ, കർത്താവ് നമ്മളോട് ഉണ്ടാകുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ വചനമനുസരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മളും ഈശോയുടെ സക്രാരിയായിട്ട് മാറുകയാണ്. ആ ക്രിസ്തുവിൻ്റെ സക്രാരിയുമായിട്ടാണ് ഓരോ ദിവസങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുക. ആ സക്രാരിയെ വിശ്വസ്തയോടെ പരിപാലിക്കുമ്പോൾ, അനുസരിക്കുവാൻ നമ്മൾ ഓരോ കാര്യങ്ങളും തയ്യാറാകുമ്പോൾ, നമ്മൾ ആ സക്രാരിയുടെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരായി മാറുകയാണ്. അതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പരിമളങ്ങളായി മാറണം. നമ്മൾ എവിടെയായിരുന്നാലും ഈശോയായിരിക്കണം നമ്മളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുക, നമ്മളിൽ നിന്ന് സുഗന്ധമായിട്ട് മാറുക. അതാണ് കർത്താവ് സ്വീകരിക്കുന്ന സുഗന്ധം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് അതിൽ 8-ാം അധ്യായത്തിൽ ജലപ്രളയത്തിൻ്റെ അന്ത്യത്തിൽ നോഹ ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് കാണുന്നുണ്ട്. അതിലെ പുസ്തകം 8-ാം അധ്യായം 20-21 പറയുന്നുണ്ട്, നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. ഇതിൽ പറയാണ്, ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി ാണ് നോഹ ബലിയർപ്പിച്ചത്. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്ന് അന്നത്തെ ബലിയർപ്പണം ആ ഒരു രീതിയിലായിരുന്നു. ഇന്ന് നമുക്ക് ബലിയർപ്പണം, നമുക്ക് വേണ്ടി എന്നേക്കുമായിട്ടൊരു ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, ദൈവപുത്രൻ്റെ ബലി. ആ ബലിയുടെ പുനരവതരണമാണ് നമ്മൾ എല്ലാ ദിവസവും ദിവ്യബലിയെ അർപ്പിക്കുന്നത്. അതേ ബലി തന്നെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തലിലൂടെ അർപ്പിക്കുന്നത്. അപ്പോൾ ഈ ബലിയുടെ ഹൃദ്യമായ സുഗന്ധം ദൈവസന്നിധിയിലെത്തുന്നത് എപ്പോഴാണ്? നമ്മളും ആ ബലിയോട് ചേരുമ്പോഴാണ്. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിക്ക് ദൈവം കരുണയുടെ ജപമാല വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേലും കരുണയായിരിക്കണമേ. അല്ലെ, ഈശോയുടെ അതിദാരുണമായ പീഡയാണ്. ആ പീഡാനുഭവമാണ് ആ സുഗന്ധമായി ദൈവസന്നിധിയിലേക്ക് എത്തിയത്. കായേനും ആബേലും ദൈവത്തിന് ബലിയർപ്പിച്ചു. ആബേലിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുകയാണ്. ആബേൽ എന്താണ് കൊടുത്തത്? ഏറ്റവും കൊഴുത്തതിനെ എടുത്ത് ദൈവത്തിന് കൊടുത്തു. ഏറ്റവും നല്ലത് ദൈവത്തിന് സമർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, ഏറ്റവും നല്ലത് നമ്മൾ കർത്താവിന് കൊടുക്കുമ്പോൾ അവിടെയാണ് ഈശോ പ്രസാദിക്കുക. എന്തെങ്കിലും ഒന്ന് ദൈവത്തിന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് മാറ്റിവെക്കുമ്പോൾ, കായേലിൻ്റെ ബലി എന്താണ്? കായേന് ആത്മാർത്ഥതയോടെ അല്ല ഈശോയ്ക്ക് കൊടുത്തത്. ആ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന എന്താണ്? നമ്മുടെ ഹൃദയമാണ്. ആ പൂർണ്ണ ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ പൂർണ്ണ ഹൃദയമാണ് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കേണ്ടത്. അതാണ് കർത്താവ് പറയുന്നില്ലേ, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും
പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ആ ഹൃദ്യമായ ഗന്ധമാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാം ഈശോയ്ക്ക് നമ്മൾ അർപ്പിക്കപ്പെടുവാനും പുണ്യവിധി ചെയ്തതുപോലെ പുണ്യവിധി തൻ്റെ എല്ലാം ദൈവത്തിന് കൊടുത്തു. നോഹയുടെ ബലിയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. നോഹയുടെ ബലിയിൽ അത്യുന്നതൻ പ്രസാദിച്ചു. കാരണം നോഹയെ നമുക്കറിയാം, എല്ലാവരും നോഹയെ പരിഹസിച്ചു. ലോകം മുഴുവൻ നോഹയ്ക്കെതിരെ നിന്നപ്പോഴും അദ്ദേഹം അത്യുന്നത ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. അതിലൂടെ അദ്ദേഹം ദൈവത്തിന് പ്രീതികരമായ പാത്രമായി മാറി. പ്രഭാഷൻ്റെ പുസ്തകം 35 അധ്യായത്തിൽ 8-9 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു, അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാൻ്റെ ബലി സ്വീകാര്യമാണ്, അത് വിസ്മരിക്കപ്പെടുകയില്ല. അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. ഈ നീതിമാൻ എന്ന് പറയുമ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നവനാണ് നീതിമാൻ. ആ നീതിമാൻ്റെ ബലിയിലാണ് അത്യുന്നതൻ പ്രസാദിക്കുക. അതുപോലെ നമ്മൾ കുരിശിൻ്റെ വഴിക്കകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പുത്രൻ്റെ പീഡകൾ ധാരാളം മതിയല്ലോ. ഈ ഒരു സുഗന്ധമാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിയത്. പ്രഭാഷൻ്റെ പുസ്തകം 39 അധ്യായത്തിൽ സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി എന്ന ഒരു ഹെഡിങ്ങിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷൻ്റെ പുസ്തകം 39 അധ്യായം 12 തൊട്ട് ഉള്ള തിരുവചനത്തിൽ പറയുകയാണ്, സുനിശ്ചിതമായ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്. പൂർണ്ണ ചന്ദ്രനെ പോലെ ഞാൻ പൂരിതരാണ്. വിശ്വസ്തരായ പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഇങ്ങനെ പറയണം, ഇതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, ഇതെല്ലാം അത്യുന്നതൻ്റേതാണ്. ഇതിൽ ദൈവം നമ്മളെ വിളിക്കുന്നത് എന്താണ്? വിശ്വസ്തരായ പുത്രന്മാരെ, അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ. അരുവിക്കരയിലെ പനിനീർ ചെടിയുടെ പ്രത്യേകത എന്താണ്? അതെപ്പോഴും തളിർത്തുകൊണ്ടിരിക്കും. വേനൽക്കാലത്തെയും അതിന് ഭയമില്ല. തിന്മയെയോ ദുഷ്ടതയുടെ ശക്തിയോ ഒന്നും ഭയമില്ലാതെ എപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ഈ നീർച്ചാലിന് അരികെ നട്ട വൃക്ഷം. ആ നീർച്ചാലിനരികെ നട്ട വൃക്ഷം നമ്മളാകണമെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥനയിലൂടെ, ദൈവവുമായിട്ടുള്ള അടുപ്പത്തിലൂടെ, കഷ്ടതകളിലും വേദനകളിലും വരൾച്ചയിലും എല്ലാം ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനായിരിക്കുമ്പോഴാണ് നമ്മൾ അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവാൻ നമുക്ക് സാധിക്കുക. അതിനുശേഷം പറയുന്നുണ്ട്, കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. ഈ വചനങ്ങളിലൊക്കെ എത്രമാത്രം ആഴങ്ങളുണ്ട്. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുക. ഈശോ ചെയ്തത്, വിശുദ്ധരൊക്കെ ചെയ്തത്, അവരുടെ ജീവിതത്തെ അവർ പരിമളങ്ങളാക്കി മാറ്റി. അതാണ് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്വീകരിക്കുന്നത് എന്ന് 2 കൊരിന്തോസ് 9:7 പറയുന്നുണ്ട്. അപ്പോൾ പുണ്യവതിയും വളരെ സന്തോഷപൂർവ്വം തൻ്റെ ജീവിതത്തെ പുണ്യമാക്കി മാറ്റി വളരെ കൊച്ചുപ്രായം കൊണ്ട് ഏറ്റവും വലിയ വിശുദ്ധയായിട്ട് മാറിയതാണ് നമ്മുടെ പുണ്യവതി. നമുക്കും ആ ഒരു വിശുദ്ധ പാത പിന്തുടരുവാൻ, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ, അവിടുന്ന് നമ്മുടെ ആന്തരിക ആത്മാവിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പുണ്യവതിയുടെ മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ കാര്യങ്ങളിലും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുവാനായിട്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാനായിട്ട്, പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ കർത്താവിൻ്റെ പ്രേക്ഷിതയായിട്ട് നമുക്ക് മാറാം. 4 ചുവരുകൾക്കുള്ളിലിരുന്നു കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കഷ്ടതകളിലും ദൈവത്തിൻ്റെ പ്രകാശം നമ്മൾ കാണുവാൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50 അധ്യായത്തിൽ പറയുന്നുണ്ട്, അന്ധകാരത്തിൽ ആയിരുന്നാലും ആ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ. വീണാലും ഞാൻ എഴുന്നേൽക്കും എന്നാണ് സങ്കീർത്തകൻ പറയുക. ക്രിസ്തുവിൻ്റെ പരിമളങ്ങളായി അനേകർക്ക്
നന്മ പകർന്നു കൊടുക്കുന്നവരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കൊച്ചറസ്യ പുണ്യവതിയെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് നിത്യജീവനിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് പുണ്യവതിയുടെ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.